ഇന്ന് കള്ളൊഴിച്ച് വളരെ രുചികരമായ പാലപ്പം ഉണ്ടാക്കാം. ആദ്യം തന്നെ 2 തവി റവ എടുത്തതിന് ശേഷം അതിലേക്ക് 1 ഗ്ലാസ് വെള്ളം ഒഴിച്ച് നന്നായി ഇളക്കി കട്ടകളൊന്നും ഇല്ലാതെ ആക്കിയ ശേഷം ചെറിയ തീയിൽ വെച്ച് നന്നായി റവ കാച്ചിയെടുക്കണം. നന്നായിട്ട് തിളച്ച് വന്നാൽ മാത്രം മതിയാകും. ഇനി ഇതിനെ നല്ലതുപോലെ തണുക്കാനായിട്ട് വെക്കണം. തണുത്തതിന് ശേഷം 3 ഗ്ലാസ് അപ്പത്തിൻ്റെ അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് അരമുറി തേങ്ങ, 1/2 ഗ്ലാസ് വെള്ളവും കൂടി ചേർത്ത് അരച്ചെടുത്തതും കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനനുസരിച്ച് ഉപ്പും മധുരത്തിനനുസരിച്ച് പഞ്ചസാരയും പുളിക്കനുസരിച്ച് തെങ്ങിൻ്റെയോ പനയുടെയോ കള്ളും ചേർത്ത് കൊടുക്കാം. നല്ല മധുരക്കള്ളൊക്കെ ആണെങ്കിൽ അത് മാത്രം ചേർത്ത് പാകത്തിന് കുഴച്ചെടുക്കാം. പുളിയുള്ള കള്ളാണെങ്കിൽ പുളിക്കനുസരിച്ച് 1 ഗ്ലാസ്സോ 1.5 ഗ്ലാസ്സോ ഒക്കെ ചേർക്കാവുന്നതാണ്. ഇതിപ്പോൾ പുളിയുള്ള കള്ളായതുകൊണ്ട് 1 ഗ്ലാസ് മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. കൈ ഉപയോഗിച്ച് നന്നായി കുഴച്ചെടുക്കണം. ഇപ്പോൾ ഇത് കുറച്ച് കട്ടയായിട്ടാണ് ഇരിക്കുന്നത്. ഇതിനെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട ശേഷം കുറേശ്ശെ വെള്ളം കൂട്ടിച്ചേർത്ത് ഒന്ന് അരച്ചെടുക്കണം. ഈ ഒരു കൺസിസ്റ്റൻസിയിലേക്ക് ആക്കിയെടുക്കണം. മധുരക്കള്ളാണെങ്കിൽ വെള്ളത്തിന് പകരം കള്ള് മാത്രം ചേർത്ത് കൊടുത്ത് ഈ ഒരു കൺസിസ്റ്റൻസിയിലേക്ക് ആക്കിയെടുക്കാം. ഇത്തരത്തിൽ കൈ മാവിലേക്ക് മുക്കിയെടുക്കുമ്പോൾ മാവ് സ്മൂത്തായിട്ട് ഒഴുകി പോകുന്ന രീതിയിലും കൈവിരലുകളിൽ നേർത്ത ഒരു ലെയർ പോലെയും ആയിരിക്കണം ഇരിക്കേണ്ടത്. ഇതാണ് പാലപ്പത്തിനായിട്ടുള്ള പാകം. ഇനി ഇതിനെ അടച്ചു വെച്ച് പുളിക്കാനായിട്ട് അനുവദിക്കണം. കാലാവസ്ഥയ്ക്കനുസരിച്ച് 3-4 മണിക്കൂറൊക്കെ കഴിയുമ്പോൾ തന്നെ പതുക്കെ പുളിച്ച് പൊങ്ങി വരും. പതുക്കെ പുളിച്ച് പൊങ്ങി വരുമ്പോൾ തന്നെ ഇതിനെ എടുത്ത് ഫ്രിഡ്ജിലേക്ക് വെക്കണം. അല്ലെങ്കിൽ ഇത് അധികമായിട്ട് പുളിച്ചു പോവുകയും ഇതിൻ്റെ പുളി കെട്ടുപോവുകയും ചെയ്യും. പിന്നെ അപ്പം ഉണ്ടാക്കിയാലും നന്നായിരിക്കില്ല. ഇത്തരത്തിൽ പതിയെ പുളിച്ചു വരുമ്പോൾ തന്നെ എടുത്ത് ഫ്രിഡ്ജിൽ വെച്ചിരുന്നാൽ അടുത്ത ദിവസം രാവിലെ ആകുമ്പോൾ അധികം പുളിച്ചു പോകാതെ ഇരിക്കും. ഇനി ഇതിനെ ഒന്ന് ഇളക്കി ഉപ്പിൻ്റെ അളവ് നോക്കിയതിന് ശേഷം അപ്പച്ചട്ടിയിലേക്ക് മാവ് ഒഴിച്ച് ഒന്ന് ചുറ്റിച്ച് അടച്ചു വെച്ച് വേവിക്കാം. മാവ് പാനിലേക്ക് ഒഴിക്കുമ്പോൾ തീയ് കുറവായിരിക്കണം. എന്നാൽ മാവ് ചുറ്റിച്ച ശേഷം ഹൈ ഫ്ലെയിമിൽ വെച്ച് അടച്ചു വെച്ച് ചുട്ടെടുക്കണം. നല്ല രുചികരമായ സോഫ്റ്റായ കള്ളിൻ്റെ മണവും രുചിയുമുള്ള പാലപ്പം തയ്യാറാക്കാവുന്നതാണ്. തെങ്ങിൻ്റെയോ പനയുടെയോ കള്ള് കിട്ടുന്നവർ ഇത്തരത്തിൽ ഉണ്ടാക്കി നോക്കിക്കോളൂ. നല്ല മുട്ടക്കറിയുടെയോ ചിക്കൻ കറിയുടെയോ ഒക്കെ കൂടെ കഴിക്കാൻ ഗംഭീരമാണ്. ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. താങ്ക്